Welcome to Orientation Program OP 11.0 Syllabus Decoding BSc Food Science and Quality Management. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ ഓൺബോർഡിംഗ് സമയത്തെ എന്താണ് ഒരുപാട് കേട്ടതായിരിക്കും. ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ സിലബസ് ഡീകോഡിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഏതായാലും അറ്റ് ലാസ്റ്റ് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇഗ്നോ സിലബസ് ഡീകോഡിംഗ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓവറോൾ നമുക്ക് ഈ ഒരു സെഷനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇഗ്നോയുടെ സിലബസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ഇഗ്നോയുടെ സിലബസ് ബ്ലോക്ക് വൈസ് ആയി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് പിന്നെ യൂണിറ്റ് വൈസ് കാറ്റഗറൈസേഷൻ വരുന്നത്. ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ കോണ്ടന്റിനെ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതായത് ഏതൊക്കെ കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓരോ കോഴ്സിന്റെ എന്താണ് ക്രെഡിറ്റ്സ്, എന്താണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം, തിയറിറ്റിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ്, പ്രാക്ടിക്കൽ കോഴ്സസ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് സ്ട്രാറ്റജിക്കലി പ്ലാൻ സ്ട്രാറ്റജി, അതായത് എങ്ങനെയാണ് ക്രെഡിറ്റ് ബേസിസിൽ നമ്മൾ നമ്മുടെ സ്റ്റഡി ഹവേഴ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ സ്റ്റഡീസിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സിലബസ് സ്ട്രക്ചർ തന്നെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ സിലബസിനെ കുറിച്ച്, അതിന്റെ ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ച്, സിലബസ് കോഡ് ഉണ്ട്. ഇപ്പൊ BPVC 101, BPVC 102, അങ്ങനെ കുറച്ച് കോഡുകൾ ഉണ്ട്. അതിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇനീഷ്യൽ ഡിസ്കഷൻ വരുന്നത്. ദെൻ പ്രോഗ്രാം ഓവർവ്യൂ, നമ്മുടെ ഓവറോൾ ഫുൾ കോഴ്സിന് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ഓവറായിട്ട് എങ്ങനെ ആ ഒരു ഓവറോൾ നമ്മുടെ പ്രോഗ്രാം എന്തൊക്കെയാണ്, പ്രോഗ്രാമിനകത്ത് ഓരോ യൂണിറ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നമ്മുടെ ഫൗണ്ടേഷനെ കുറിച്ചും നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോർ കോഴ്സസിനെ കുറിച്ചും, BPVC 101, BPVC 102, അതുപോലെ നമ്മുടെ കോർ കോഴ്സസിന്റെ ബ്ലോക്സും യൂണിറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മുടെ ടൂൾസിനെ കുറിച്ചാണ് നമുക്ക് ഫൈനൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, അതുപോലെ ഹെൽപ്പ് ബുക്ക് ഉണ്ട്, പിന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, ആ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് ബ്ലോക്കിൽ നിന്നും യൂണിറ്റിലോട്ട് നമ്മൾ എത്തും. ഈ ഒരു മാനറിലായിരിക്കും ആക്ച്വലി നമ്മുടെ സിലബസും ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാനറിലാണ് പ്രോഗ്രാം, കോഴ്സ്, ബ്ലോക്ക്, ദെൻ യൂണിറ്റ്സ്. ആ ഒരു മാനറിൽ തന്നെയാണ് നമ്മുടെ ഡിസ്കഷനും ഇവിടെ പോകുന്നുണ്ടാവുക. സോ ഇനീഷ്യലി നമ്മൾ നമ്മുടെ കോഡിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ പോവാണ്. സോ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് BPVC 101, BEVAE, അങ്ങനെ ഒരുപാട് കോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ആക്ച്വലി ഇതിനകത്ത് ഈ BPVC എന്ന് പറയുന്നതാണ് നമ്മുടെ കോർ കോഴ്സിന്റെ, അതായത് നിങ്ങളുടെ മെയിൻ പ്രോഗ്രാമിന്റെ ഫുഡ് സയൻസ് എന്ന പേപ്പറിന്റെ കോഡായിട്ട് വരുന്നത് BPVC ആണ്, ബാച്ചിലർ പ്രോഗ്രാം വൊക്കേഷണൽ കോഴ്സ് ഫുഡ് സേഫ്റ്റി കോർ. ദെൻ BEVAE എബിലിറ്റി എൻഹാൻസ്മെന്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ കോർ കോഴ്സിന് പുറമെ എബിലിറ്റി എൻഹാൻസ്മെന്റ് സ്റ്റഡീസ്, സ്കിൽ എൻഹാൻസ്മെന്റ് സ്റ്റഡീസ്, മൈനർ വൊക്കേഷണൽ, അങ്ങനെ കുറച്ച് കോഴ്സസും കൂടെ നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അതിനകത്ത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിന്റെ കോഡായിരിക്കും BEVAE എന്ന് പറഞ്ഞു വരുന്നത്. വാല്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ കോമ്പണന്റിന്റെ കോഡാണ് BEDSV എന്ന് പറയുന്നത്. 101, 102 ആ ഒരു പ്രത്യേക നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ലെവലിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഇനി ക്രെഡിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമുക്ക് 6 ക്രെഡിറ്റ് പേപ്പർ, 4 ക്രെഡിറ്റ് പേപ്പർ, അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓവറോൾ ആ ഒരു ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് വെയിറ്റ് ആണ്. ദാറ്റ് മീൻസ് ബേസിക്കലി ആ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ആ ഒരു ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സ്റ്റഡി ഹവർ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണം. പിന്നെ തിയറി എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേൺ നമ്മൾ എഴുതുന്ന എക്സാം ആണല്ലോ തിയറി എക്സാം. നമുക്ക് തിയറി എക്സാം ഉണ്ട്, അതിന്റെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, പ്രാക്ടിക്കൽ എക്സാംസും വരുന്നുണ്ട്. ദെൻ നമ്മൾക്ക് അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം നമുക്ക് എന്തുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി എന്താണ് ക്രെഡിറ്റ്? 1 ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 30 സ്റ്റഡി ഹവേഴ്സ് ആണ്. സോ നമ്മുടെ ഒരു പേപ്പർ 4 ക്രെഡിറ്റ്, ആ സ്റ്റഡി ഹവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ വീഡിയോ ലെക്ചേഴ്സ് കാണുന്നത്, ഓഡിയോസ് ലിസൺ ചെയ്യുന്നത്, അത് ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ അത് വായിച്ച് മനസ്സിലാക്കി അതിന്റെ അസൈൻമെന്റ്സ് എല്ലാം എഴുതി അതിന്റെ എക്സാംസ് എഴുതുന്നത് വരെ നമ്മൾ എത്രത്തോളം ഹവർ ആ ഒരു പെർട്ടിക്കുലർ പേപ്പറിന് സ്പെൻഡ് ചെയ്യണം, അതാണ് ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 1 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 30
180 സ്റ്റഡി ഹവർ ആണ്. സോ 4 ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 120 സ്റ്റഡി ഹവർ ആയിരിക്കും. 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 180 സ്റ്റഡി ഹവർ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് 4 ക്രെഡിറ്റ് പേപ്പേഴ്സും വരുന്നുണ്ട്, 6 ക്രെഡിറ്റ് പേപ്പേഴ്സും വരുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു 1 to 2 ഹവർ എന്താണ് പഠിക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ കോഴ്സ് തന്നെ എന്ത് ചെയ്യാം, 3 to 4 മന്തിന്റെ ഉള്ളിൽ നമുക്ക് കോഴ്സ് എന്ന് പറയുമ്പോൾ BSc ഫുഡ് സയൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ഹോൾ കോഴ്സ് അല്ല, നമ്മുടെ ഒരു പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം 3 to 4 മന്തിന്റെ ഉള്ളിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ കോർ കോഴ്സ് ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് BPVC 101 ആൻഡ് BPVC 102 ആണ്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിരുന്നു BSOG 171, അതായത് സൊസൈറ്റി ആൻഡ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് BSOG 171ഉം BEVAE 181ഉം. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നതാണ് BEGS 183ഉം BCOS 183ഉം. ബിസിനസ്സിൽ വരുന്ന കോഴ്സസ് ആണ് BCOS 185ഉം BCOS 186ഉം. വാല്യൂ ആഡഡ് കോഴ്സിൽ വരുന്നതാണ് BEDSV 101ഉം BPAG 171ഉം. ഓവറോൾ ഇത് മീൻസ് ഈ കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് പഠിക്കാനില്ല. ഇതിൽ നിന്നല്ല നമുക്ക് എന്തുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്, നമ്മൾ ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഓരോ കോഴ്സിന്റെയും കോഡും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ക്രെഡിറ്റും എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മുടെ കോർ പേപ്പർ ആയിട്ടുള്ള BPVC 101 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി തിയറി പേപ്പർ ആണ്. ഫുള്ളി അവൈലബിൾ എന്ന് ആൾറെഡി നമ്മൾ ആ കാര്യം അറിയുന്നുണ്ടാവും. അതായത് ഓൺബോർഡിങ്ങിന്റെ സമയത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. ഇവിടെ നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. ചില കോഴ്സസിന് മാത്രം നമ്മൾ എന്താണ് മെറ്റീരിയൽ സപ്പോർട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫുള്ളി അവൈലബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് സെഷൻസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതൊരു 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. BPVC 102 ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ തിയറി പേപ്പർ ആണ്. തിയറി പേപ്പർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഇന്റഗ്രേറ്റഡ് പേപ്പർ ആണ്. ഈ സെയിം പേപ്പറിന്റെ തന്നെ ലാബും നമുക്ക് വരുന്നുണ്ട്. ഇതും ഒരു 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. BSOG 171 ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് തിയറി പേപ്പർ ആണ്. 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. BPAG 171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് തിയറി പേപ്പർ ആണ്. 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് also a theory paper. 4 credit paper. BCOS 183 computer application in business 4 credit paper. BCOS 185 entrepreneurship theory paper ആണ്, ഒരു 4 credit paper ആണ്. BCOS 186 personal selling and salesmanship theory paper ആണ്. BEVAE 181 environmental studies theory paper ആണ്. Then BPAS 183 logistics management also a theory paper 4 credit paper ആണ്. BEDSV 101 value education theory paper ആണ്, ഒരു 6 credit paper ആണ്. BMDG 171 disability society and culture ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ മെറ്റീരിയൽ സപ്പോർട്ട് ആയിരിക്കും ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇതും ഒരു തിയറി പേപ്പർ ആണ്, 4 credit paper ആണ്. അതുപോലെ BECS 184 ഡാറ്റ അനാലിസിസ് തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഇത് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിന്റെ പേപ്പർ. ഇതിന്റെ എല്ലാം എന്താണ് മെറ്റീരിയൽസ് 183 ലൈഫ് സ്കിൽസ്. ഇതൊരു തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ് പേപ്പർ ആണ്. BCHS 183 ലബോറട്ടറി മാനേജ്മെന്റ് സ്കിൽ തിയറി പേപ്പർ 4 ക്രെഡിറ്റ് പേപ്പർ. BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം തിയറി പേപ്പർ ആണ്. BPCG 171 ജനറൽ സൈക്കോളജി. BABG 171 അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ. BPYI 101 അപ്ലൈഡ് മെറ്റീരിയൽ മീൻസ് അപ്ലൈഡ് എത്തിക്സ്. ഇതെല്ലാം എന്താണ് തിയറി പേപ്പേഴ്സ് ആണ്. ഇതിന്റെ എല്ലാം 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇപ്പൊ എന്ത് ചെയ്തു, നമ്മൾ ഓരോ പേപ്പറിന്റെയും ഓരോ കോഴ്സിന്റെയും കോഴ്സ് കോഡും അതെല്ലാം തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടി. ഇനി ഒന്നും കൂടി ഡീപ്പായിട്ട് എങ്ങനെയാണ് ഓരോ പേപ്പറിലും ഏതൊക്കെ ബ്ലോക്കുകളാണ് വരുന്നത്, ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ്സ് വരുന്നുണ്ട്, ആ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് BPVC 101 ഫുഡ് സയൻസ് ആൻഡ് ഫുഡ് സേഫ്റ്റി നമ്മൾ പറഞ്ഞു, ഒരു 6 ക്രെഡിറ്റ് പേപ്പർ ആണത്. തിയറി പേപ്പർ ആണ്. അതിനകത്ത് 5 ബ്ലോക്സ് വരുന്നുണ്ട്. 5 ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് 14 യൂണിറ്റ്സും ഫൈനൽ ബ്ലോക്ക് ഒരു ആക്ടിവിറ്റി മാനുവൽ ബ്ലോക്ക് ആയിരിക്കും. മെയിൻ ആയിട്ടും ഇതുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് ന്യൂട്രിയൻസ്, ഡൈജഷൻ, ഹസാർഡ്സ്, സേഫ്റ്റി
റെഗുലേഷൻസ്, അതായത് ഫുഡിൽ നിന്നും കിട്ടുന്ന ന്യൂട്രിയൻസിനെ കുറിച്ചുള്ളത്. അതുപോലെ ഫുഡിൽ നിന്ന് തന്നെ ഒരുപാട് എന്താ പറയാ ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് എല്ലാം അടങ്ങുമ്പോൾ അതിൽ തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസും ഒരുപാട് മറ്റു പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, അതിന്റെ എല്ലാം സേഫ്റ്റി റെഗുലേഷൻസിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ വരുന്ന യൂണിറ്റുകളിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ബ്ലോക്ക് 1 ഫുഡ് ഫണ്ടമെന്റൽസ് എന്ന ബ്ലോക്ക് ആണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്, ഫുഡ് കോൺസ്റ്റിറ്റ്യൂൻസ് ആൻഡ് പ്രോപ്പർട്ടീസ്, കോമൺ ഫുഡ് ഗ്രൂപ്പ്സ്, അതർ ഫുഡ് ഗ്രൂപ്പ്സ്. അതായത് ഫുഡ്, അതായത് ഹ്യൂമൻ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ്, അതായത് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ ഫുഡിന്റെയും കോൺസ്റ്റിറ്റ്യൂൻസും അതിന്റെ പ്രോപ്പർട്ടീസും, കോമൺ ഫുഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പല കാറ്റഗറിയിൽ വരുന്ന ഫുഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ചിലതെല്ലാം ബേക്കറി കാറ്റഗറി ആണ്, ചിലത് സ്നാക്സ് ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോമൺ ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സിനെ കുറിച്ച് ഡീൽ ചെയ്യാനുണ്ട്. ദെൻ ഇതിലൊന്നും വരാത്ത വേറെ കുറച്ച് ഫുഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് അസിമിലേഷൻ ആൻഡ് ഡിസോർഡേഴ്സ്. ബ്ലോക്ക് 2ലെ യൂണിറ്റ്സ് ആണ് ഡൈജഷൻ ആൻഡ് അസിമിലേഷൻ, ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ആൻഡ് ടോക്സിൻസ്, പ്രോട്ടീൻ ആൻഡ് എനർജി ഡിസോർഡേഴ്സ്, മിനറൽ ആൻഡ് വൈറ്റമിൻ ഡിസോർഡേഴ്സ്. ഓവറോൾ ഫുഡിൽ നിന്നും നമുക്ക് എഫക്ട് ചെയ്യാവുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ കൊണ്ടോ ഓവർ ന്യൂട്രീഷൻ കൊണ്ടോ നമുക്ക് വരാവുന്ന ഡിസീസസിനെ കുറിച്ചും ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഈ ബ്ലോക്ക് 2ല് നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവുന്നത്. ദെൻ ബ്ലോക്ക് 3ലോട്ട് വരുമ്പോൾ ന്യൂട്രീഷൻ ആൻഡ് ക്വാളിറ്റി, ഫുഡ് ആട്രിബ്യൂട്ട്സ്, ചേഞ്ചസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. അതായത് ഓരോ ഫുഡിന്റെയും ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും അത് പ്രോസസ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനൊക്കെ ഒരു പെർട്ടിക്കുലർ പ്ലാനും പെർട്ടിക്കുലർ പ്രൊസീജിയേഴ്സും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ആയിരിക്കും മെയിൻ ആയിട്ടും ഈ ഒരു ബ്ലോക്ക് 3ൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 4ലോട്ട് വരുമ്പം സേഫ്റ്റി ഫണ്ടമെന്റൽസ് ആണ്. ഇൻട്രോ ടു ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, ഫുഡ് ഹസാർഡ്സ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോ, ഫുഡ് സ്പോയിലേജ്, റോൾ ഓഫ് ഓർഗനൈസേഷൻസ്. അതായത് ഫുഡ് സേഫ്റ്റിയിലും ഫുഡ് ക്വാളിറ്റിയിലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഫുഡ് ഹസാർഡ്സ്. ഫിസിക്കൽ ഹസാർഡ്സ് ഉണ്ട്, കെമിക്കൽ ഹസാർഡ്സ് ഉണ്ട്, ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ട്. അതായത് ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫുഡിന്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചസ് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, മീൻസ് ഒരു ഫുഡ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതിനും എന്ത് ചെയ്യണം, അതിനും ആ ഒരു പ്രസന്റേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കീപ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ അതിലടങ്ങിയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അതിനകത്ത് ബയോളജിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഫുഡ് സ്പോയിലേജിനെ കുറിച്ച് ഓരോ ഓർഗനൈസേഷൻസിന്റെ റോള്, FSSA, IWHO പോലുള്ള ഓർഗനൈസേഷൻസിന്റെ റോൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബ്ലോക്ക് 4ൽ ഡീൽ ചെയ്യാനുണ്ട്. ബ്ലോക്ക് 5 പിന്നെ ആക്ടിവിറ്റി മാനുവൽ ആണ്. അതായത് നമ്മൾ ബ്ലോക്ക് 4 എത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിയും. അപ്പം ഈ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ഒരു പ്രാക്ടിക്കൽ വേർഷൻ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് ചെയ്യുന്ന പ്രാക്ടിക്കൽ അല്ല, മറിച്ച് നമുക്ക് കുറച്ചധികം ആക്ടിവിറ്റീസ് ആണ് ഈ ബ്ലോക്ക് 5ൽ ഡീൽ ചെയ്യാനുള്ളത്. ഫുഡ് പിരമിഡ് ചാർട്ട്, മാർക്കറ്റ് വിസിറ്റ്സ്, BMI കാൽക്കുലേഷൻസ്, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും അതിന്റെ എവിഡൻസസ് സബ്മിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്ക് 5ൽ ഡീൽ ചെയ്യാനുണ്ടാവുക. ഇനി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് പേപ്പർ ആണ് BPVC 102 ഫുഡ് കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ. ഇതും 6 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിന്റെ തിയറിയും പ്രാക്ടിക്കൽസും നമുക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു പേപ്പറിൽ 6 ബ്ലോക്സ് ആണ് വരുന്നത്, 14 യൂണിറ്റ്സും പ്ലസ് ആക്ടിവിറ്റി ആൻഡ് പ്രാക്ടിക്കൽ മാനുവൽസ്. ഓക്കെ, മെയിൻ ആയിട്ടും ഈ ഒരു ബ്ലോക്കിൽ ഫോക്കസ് ചെയ്യുന്നത് ഓരോ ഫുഡിന്റെയും കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ ഓരോ ഫുഡിന്റെയും ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ മെറ്റബോളിസം ആയിരിക്കും. കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഓരോ ഫുഡിൽ നിന്നും ബേസിക് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഈ ഒരു കോഴ്സിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. നമ്മൾ പറഞ്ഞു 6 ബ്ലോക്കാണ് വരുന്നത്. ബ്ലോക്ക് 1 ഫുഡ് കെമിസ്ട്രി ആണ്. അതായത് അതിനകത്ത് വരുന്ന യൂണിറ്റ്സ് ബേസിക്സ് ഓഫ് ഫുഡ് കെമിസ്ട്രി, വാട്ടർ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്. അതായത് ഇതെല്ലാം ബേസിക്കലി ഫുഡിൽ അടങ്ങിയിട്ടുള്ളത് തന്നെയാണല്ലോ. സോ വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ പ്രോപ്പർട്ടി അല്ല, ഫുഡിൽ അടങ്ങിയിട്ടുള്ള വാട്ടറിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ആക്ടിവിറ്റീസും. ഓരോ ഫുഡിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റിന്റെ റോള്, ആ കാർബോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻസ്, പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ, പ്രോട്ടീൻസിന്റെ ഡീനാച്ചുറേഷൻ മീൻസ് ഡീനാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഒരു ഫോമിൽ നിന്ന് അവർ വേറൊരു ഫോമിലോട്ട് ഒരു പ്രോട്ടീന് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അതിനെന്തൊക്കെ മാറ്റങ്ങളാണ്, അതായത് ആ ഒരു സ്ട്രക്ചർ മാറി കഴിയുമ്പോൾ പ്രോട്ടീനിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ
ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ബ്ലോക്ക് 2 ഫുഡ് കെമിസ്ട്രി ആണ്. അതിനകത്ത് ഡീൽ ചെയ്യുന്നത് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഫാറ്റ്, ഓയിൽസ്, അതിന്റെ സ്ട്രക്ചർ, അതുപോലെ അതിന്റെ റിയാക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ദെൻ വൈറ്റമിൻസ്, മിനറൽസ്, എൻസൈംസ്. ഇത് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ലിപ്പിഡിന്റെ സ്ട്രക്ചർ പഠിക്കുക, ഏതെങ്കിലും ഒരു വൈറ്റമിന്റെ സ്ട്രക്ചർ പഠിക്കുക, അങ്ങനെയല്ല. നമുക്കുള്ള ഫുഡിലുള്ള കെമിസ്ട്രിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫുഡിലുള്ള ലിപ്പിഡ്സിനെ കുറിച്ച്, വൈറ്റമിൻസിനെ കുറിച്ച്, മിനറൽസിനെ കുറിച്ച്, എൻസൈംസിനെ കുറിച്ചൊക്കെ ആയിരിക്കും. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ബേസിക് ന്യൂട്രീഷൻ ആണ്. ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് അഗ്രി പ്രൊഡ്യൂസ്, ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ആനിമൽ പ്രൊഡ്യൂസ്, മെറ്റബോളിസം ഓഫ് ന്യൂട്രിയൻസ്, അതായത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന്റെ ന്യൂട്രിയൻസ്, ആനിമൽസ് നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സിന്റെ ന്യൂട്രിയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫൈനലി ആ ഒരു ന്യൂട്രിയൻസിന്റെ എല്ലാം മെറ്റബോളിസം സൈക്കിൾ, മെറ്റബോളിക് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 3 ഡീൽ ചെയ്യാനുള്ളത്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ ഫുഡ് അഡിറ്റീവ്സ് ആണ്. ഫുഡ് അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽ അഡിറ്റീവ്സ് ഉണ്ട്, നാച്ചുറൽ അഡിറ്റീവ്സ് ഉണ്ട്. അഡിറ്റീവ്സ് 1 ആ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിസർവേറ്റീവ്സിനെ കുറിച്ചും കളേഴ്സിനെ കുറിച്ചാണ്. അത് മെയിൻ ആയിട്ടും ഒരു എന്താ പറയുക കൊമേഴ്ഷ്യൽ ഏരിയയിൽ വരുന്ന ആ ഒരു ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അഡിറ്റീവ് 2 ആന്റി ഓക്സിഡൻസിനെ കുറിച്ചും സ്വീറ്റ്നെസിനെ കുറിച്ചും. ഒരുപാട് പ്രിസർവേറ്റീവ്സും കളേഴ്സും ഉണ്ടല്ലോ, ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. നമ്മൾ മീൻസ് പെർട്ടിക്കുലർ ലെവലിൽ നമ്മൾ എന്താണ് ഒരു റേഷ്യോ അനുസരിച്ച് നമ്മൾ എപ്പോഴും ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സ്റ്റഡീസ് ആണ് ബ്ലോക്ക് 4 വരുന്നുണ്ടാവുക. ബ്ലോക്ക് 5 ആക്ടിവിറ്റി മാനുവൽ ആണ്. അതായത് ഡ്രൈ ഹീറ്റിംഗ് ഓഫ് ഷുഗറും പ്രിസർവേറ്റീവ്സ് ഇൻ പിക്കിൾസും, ഇതിനെ കുറിച്ച് കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടാകും. അതിന്റെ എവിഡൻസസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രസന്റ് ചെയ്യേണ്ടി വരും. ബ്ലോക്ക് 6 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ മാനുവൽ ആണ്. അതായത് മോയ്സ്ചർ, ആഷ് കണ്ടന്റ് അനാലിസിസ്, pH ഡിറ്റർമിനേഷൻ, ഈ 2 പ്രാക്ടിക്കൽസ് ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും വരുന്നുണ്ടാകുക. ഇതിനകത്ത് തന്നെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കാണാൻ പറ്റും. അത്രയും എക്സ്പെരിമെന്റ്സ് ഒന്നും നമുക്ക് എക്സാമിന് ചോദിക്കണമെന്നില്ല. പെർട്ടിക്കുലർലി സെലക്റ്റീവ് ആയിട്ടുള്ള 1, 2, 3 എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നമുക്ക് എക്സാംസിന് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് ആണ്. VEVAE 181 എൻവിറോൺമെന്റൽ സ്റ്റഡീസ്. ഇതൊരു 4 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. 4 ബ്ലോക്സ് ആണ് വരുന്നത്, 14 യൂണിറ്റ്സ്. മെയിൻ ആയിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് എക്കോസിസ്റ്റം, നാച്ചുറൽ റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, പൊല്യൂഷൻ ആൻഡ് എൻവിറോൺമെന്റൽ എത്തിക്സ്. ബീയിങ് എ ഹ്യൂമൻ, നമ്മളൊരു ഹ്യൂമൻ ആയിരിക്കെ നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഈ ഒരു എൻവിറോൺമെന്റിനോട് നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ബേസിക് ആയിട്ട് അത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ എൻവിറോൺമെന്റിനെ കുറിച്ച്, എക്കോസിസ്റ്റത്തെ കുറിച്ച്, മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ് അതിനൊക്കെ കുറിച്ച്, അതിലോട്ടൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ബ്ലോക്ക് 1. ബ്ലോക്ക് 2 റിസോഴ്സസിനെ കുറിച്ചാണ്. ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലേ, ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി, എനർജി റിസോഴ്സസ്, ഇങ്ങനത്തെ ഒരുപാട് റിസോഴ്സസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആയിരിക്കും ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 3 ആവുമ്പോഴേക്കും എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ആയി ഒരുപാട് ത്രെഡ്സിനെ കുറിച്ച്, ഹസാർഡ്സിനെ കുറിച്ച്, ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ്, പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്ലോബൽ ഇഷ്യൂസ്, അങ്ങനത്തെ കുറച്ച് ത്രെഡിനെ കുറിച്ചും ഹസാർഡ്സിനും എൻവിറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചായിരിക്കും ബ്ലോക്ക് 3 ഡീൽ ചെയ്യാനുണ്ടാവുന്നത്. ബ്ലോക്ക് 4 കുറച്ച് പോളിസീസ്, നമുക്ക് ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോളിസീസിനെ കുറിച്ച്, എൻവിറോൺമെന്റൽ ലെജിസ്ലേഷൻ, ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്, എൻവിറോൺമെന്റൽ എത്തിക്സ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് ബ്ലോക്ക് 4 ഡീൽ ചെയ്യാനുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. BEDSV 101 വാല്യൂ എഡ്യൂക്കേഷൻ. അതിന്റെയും ക്രെഡിറ്റ് 6 ക്രെഡിറ്റ് പേപ്പർ ആണ്, തിയറി പേപ്പർ ആണ്. ഇതും എന്താണ്, ഒരു 4 ബ്ലോക്ക് വരുന്ന ഒരു കോഴ്സാണ്. ടോട്ടൽ നമുക്ക് 16 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഓരോ വാല്യൂസിനെ കുറിച്ച്, മൊറാലിറ്റിയെ കുറിച്ച്, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മുടെ സോഷ്യൽ ഡൈനാമിക്സ് എങ്ങനെയാണ് നമ്മുടെ വാല്യൂ ഡെവലപ്പ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ് ഈ ഒരു പേപ്പറിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിനകത്ത് ബ്ലോക്ക് 1 വരുന്നത് സോഷ്യൽ മലൈസ്, കോൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി, ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ഇതെല്ലാം എന്താണ് കംപ്ലീറ്റ് നമ്മൾ ബ്ലോക്ക് 1 ഇതിന്റെ എല്ലാം കോൺസെപ്റ്റ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 2 എത്തുമ്പോൾ ഒന്നും കൂടെ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യൻ കൾച്ചർ ആൻഡ് വാല്യൂസ്, ഇന്ത്യൻ ഫിലോസഫി, കൾച്ചറൽ പ്ലൂറലിസം, വാല്യൂസ് ഓഫ് സസ്റ്റൈനബിൾ ഡേ, ഇങ്ങനത്തെ കുറച്ച് കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക ബ്ലോക്ക് 2 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 3 വരുമ്പോൾ കുറച്ചധികം തിയറീസ് ഓഫ് ഗുഡ്നസ്, തിയറി
തിയറീസ് ഓഫ് കണ്ടക്ട്, റീസൺ ആൻഡ് ഇമോഷൻസ്, ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി. ഇങ്ങനത്തെ കുറച്ച് തിയറീസ് ആണ് നമുക്ക് ബ്ലോക്ക് 3 ഡീൽ ചെയ്യാനുള്ളത്. ബ്ലോക്ക് 4 നമുക്ക് ഡൈനാമിക്സ് ആണ് പഠിക്കാനുള്ളത്. സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ, ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്, ഇതുപോലത്തെ ഡൈനാമിക്സ് ആയിരിക്കും ബ്ലോക്ക് 4 ഡീൽ ചെയ്യാനുള്ളത്. ഇത്രയാണ് നമ്മളിപ്പം ഓവറോൾ നമ്മുടെ എന്താ പറയാ 3 പേപ്പേഴ്സിന്റെയും 4 പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് സിലബസ്, യൂണിറ്റ് എങ്ങനെ, ഏതൊക്കെ യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ അസൈൻമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എന്താണ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ബിൽഡ് എക്സാം റെഡിനെസ്, അതായത് നമുക്ക് എക്സാമിന് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു 2 മാസം മുന്നെങ്കിലും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും കൂടിയാണ് അസൈൻമെന്റ്സ്. അസൈൻമെന്റ് എഴുതി പോകുമ്പോൾ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത് പോകും. മാത്രമല്ല അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു പെർട്ടിക്കുലർ തിയറി പേപ്പറിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും പറ്റൂല. സോ എന്ത് ചെയ്യാം, എല്ലാവരും അസൈൻമെന്റിന്റെ ഡ്യൂ ഡേറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അസൈൻമെന്റ്സ് ഒക്കെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് തന്നെ മാക്സിമം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അസൈൻമെന്റ്സ് നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അസൈൻമെന്റിന്റെ ഫയൽ ഏകദേശം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും അസൈൻമെന്റ്സിന്റെ ഫയൽ ഉണ്ടാകുക. അസൈൻമെന്റ് എടുത്തു തുടങ്ങുന്നതിന്റെ മുന്നേ എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വാലിഡിറ്റി ഡേറ്റ് ആണ്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ആണോ, ആ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസൈൻമെന്റ്സ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് വാലിഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളിപ്പം ഓവറോൾ നമ്മുടെ സിലബസിനെ കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആ ഒരു കാര്യത്തെ കുറിച്ച് നമുക്കിപ്പോൾ ഐഡിയ കിട്ടി. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ഏത് റൂട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് നെക്സ്റ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ട് ആയിരിക്കും നമ്മുടെ എക്സാം റെഡിനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓവറോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യണം, ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇനി ഇതൊക്കെ എങ്ങനെ ഞാൻ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ ഞാൻ റെഫർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിസ്കഷന് വളരെ ഫ്രൂട്ട്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ആതിര മാമും ഫാത്തിമ മാമും നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. സോ അവരെയും വൺസ് അഗെയിൻ ഈ ഒരു സെഷനിലോട്ട് വെൽക്കം ചെയ്യാണ്. സോ നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഓരോ ടൂൾസും എങ്ങനെയൊക്കെ നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആതിര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം, ഓവർ ടു യു. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചും നിങ്ങളുടെ സിലബസ്, അസൈൻമെന്റ്സ്, ഇതിനെല്ലാം കുറിച്ചും തന്നെ മാം നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ലേൺ വൈസ് നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം തന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് മാം പറഞ്ഞിട്ടുണ്ടാവും. ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എങ്ങനെ നോക്കണം, എപ്പോഴാണ് നോക്കുന്നത്, കറക്റ്റ് ഒരു ഓർഡറിൽ നിങ്ങൾ നോക്കി പോകണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനായിട്ട് കറക്റ്റ് ആയിട്ടൊരു ടൈം ടേബിൾ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെന്റേഴ്സ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഈ റെക്കോർഡഡ് ലെക്ചേഴ്സ് നമ്മൾ കാണുമ്പോൾ പലതരത്തിലുള്ള ഡൗട്ട്സ് നമുക്ക് ഉണ്ടാവും. ഓരോ യൂണിറ്റിന്റെയും നമുക്കൊരു ബ്ലോക്ക് എടുത്താൽ ഇത്ര യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് മാഡം പറഞ്ഞില്ല. അപ്പൊ ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമുക്ക് ഈ റെക്കോർഡ് ലെക്ചേഴ്സിൽ ഉണ്ടാവുക. അപ്പൊ അത് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിന്റെ സപ്പോർട്ട് എന്തായാലും അവൈലബിൾ ആയിരിക്കും. അതല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ബ്ലോക്കും റെക്കോർഡഡ് ക്ലാസ്സുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ലൈവ് സെഷൻസ് നമുക്ക് വരുന്നതായിരിക്കും. ഈ ലൈവ് സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ബ്ലോക്കിന്റെയും റിവിഷൻ സെക്ഷനാണ്. ഈ റിവിഷനിൽ നമുക്ക് ഈ റെക്കോർഡ് ലെക്ചേഴ്സിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. അതല്ലെങ്കിൽ ഫുൾ ബ്ലോക്കിന്റെ ഒരു ഓവറോൾ നമുക്കൊന്ന് ബ്രീഫായിട്ട് ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് വാല്യൂ ആഡഡ് നോട്ട്സ്. നമുക്കറിയാം ഇഗ്നോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് വായിച്ച് നമ്മുടെ ലൈവ് സെഷൻസ് കണ്ട് റെക്കോർഡ് സെഷൻസ് കണ്ട് പോയി കഴിഞ്ഞിട്ട് എക്സാം ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റീകോളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു മെറ്റീരിയലാണ് വാല്യൂ ആഡഡ് നോട്ട്സ്. ഇതിൽ നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിൽ നിന്ന് അതാത് യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടും ഫ്ലോ ചാർട്ട് ചെയ്തിട്ടും ഡയഗ്രാംസ് വഴി നമുക്ക് പെട്ടെന്ന് എക്സാം സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒന്ന് റീകോൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുള്ള രീതിയിൽ
വാല്യൂ ആഡഡ് നോട്ട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്. ഇതിൽ നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡീസ് മുമ്പോട്ട് വന്നവരുണ്ട്. അതല്ലാതെ തന്നെ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് എങ്ങനെയാണ് ഒരു ആൻസർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ഒരു എസ്സേ വന്നാൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഷോർട്ട് എസ്സേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എസ്സേസ് ചോദിക്കുന്നത് എവിടെ നിന്നാണ്, ഷോർട്ട് എസ്സേസ് ചോദിക്കുന്നത് എവിടെ നിന്നാണ്, അങ്ങനെ ഓരോ ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കൂടി അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എക്സാം സ്പെഷ്യൽ ഗൈഡ്. ഇനി അസൈൻമെന്റ് ഗൈഡ്. നമുക്കറിയാം, നമ്മുടെ ഇഗ്നോയിലെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ്സും. അപ്പോൾ ഈ അസൈൻമെന്റ്സിന് നമുക്ക് നല്ലൊരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ അസൈൻമെന്റിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ് ഗൈഡ്. യൂണിവേഴ്സിറ്റി അതായത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ആൻസർ ഗൈഡും കൂടി കൊടുക്കുന്നുണ്ട്. ഈ ആൻസർ ഗൈഡിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ അതായത് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ ആൻസർ ഗൈഡ് അതേപടി കോപ്പി ചെയ്ത് വെക്കരുത്. നമ്മുടെ ഈ ആൻസർ ഗൈഡ്, നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ അസൈൻമെന്റ് എഴുതാനായിട്ട്. ദെൻ PYQUA, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇതിൽ നമ്മൾ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയും ഏതൊക്കെ സെക്ഷൻസിൽ നിന്ന് എത്ര വെയിറ്റേജിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, എത്രയൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ ഓരോ സെക്ഷൻസിലും ഓരോ യൂണിറ്റിലും കൊടുക്കണം എന്നുള്ളത് പറയുന്നതാണ് ഈ ഒരു സെക്ഷൻ PYQUA. നെക്സ്റ്റ് മോഡൽ എക്സാംസ്. നമ്മൾ ഇഗ്നോയുടെ അതേ സ്ട്രക്ചറിലുള്ള എക്സാംസ് നമ്മളിവിടെ മോഡൽ എക്സാം ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്നതാണ്. വെർച്വൽ എക്സാം ആയിരിക്കും. അതെല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഒരു പേടിയില്ലാതെ കോൺഫിഡൻസോടുകൂടി തന്നെ നമുക്ക് എക്സാമിന് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ റിസോഴ്സസ് എല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ കോഴ്സ് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ റിസോഴ്സസ് എല്ലാം തന്നെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ വേറൊരു റിസോഴ്സ് ആണ് TEE ഹെൽപ്പ് ഡെസ്ക്. അതായത് നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യൂറീസ്, ഡൗട്ട്സ് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്ക് വഴി നമ്മുടെ എല്ലാ ഡൗട്ട്സും തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് സ്റ്റുഡൻസിനായിട്ടുള്ള ബാക്കി പ്രോഗ്രാംസ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി പ്രോഗ്രാംസ് ആണ് കരിയർ ഡെവലപ്മെന്റ്, വെൽബീയിങ് സപ്പോർട്ട്, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ എന്തൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ളത് നോക്കാം. നമുക്ക് നിങ്ങളുടെ പ്രോഗ്രാം എന്താണ്, കോഴ്സ് എന്താണ്, എത്ര ബ്ലോക്സ് വരുന്നുണ്ട്, ബ്ലോക്സിൽ എത്ര യൂണിറ്റ്സ് വരുന്നുണ്ട്, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താണ് ക്രെഡിറ്റ് സ്കോർ, 6 ക്രെഡിറ്റ് എന്താണ്, 4 ക്രെഡിറ്റ്സ് എന്താണ്, പിന്നെ പ്രാക്ടിക്കൽസ് വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്, ബ്ലോക്ക് വൈസ് ആയിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകൾ എങ്ങനെ നോക്കണം, എപ്പോൾ നോക്കണം എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ടൈം ടേബിൾ വെച്ച് മെന്റേഴ്സ് വഴി കിട്ടും. ഇതെല്ലാം തന്നെ നമ്മൾ എങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാം, ഇതെല്ലാം നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെയും വാട്സപ്പിൽ ഈ ഒരു ഫോമിന്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. ഈ ഫോം എല്ലാവരും തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.